ഞാൻ വില്ലന് പുറകെ 110 കിലോമീറ്റർ കുതിരപ്പുറത്ത് പാഞ്ഞപ്പോൾ 40,000 ആളുകൾ 5 മിനിറ്റ് നിർത്താതെ കൈയടിച്ചു. ബാലയ്യ. അത് താങ്കളുടെ ഒരു നാടിൻ്റെയും അത് തമിഴ്നാട്, തെലുങ്കാട് ഇവരൊക്കെ ഒരു സിനിമ ആരാധകരെ കൊണ്ടൊരു ആവേശമാണ്. അങ്ങനെയാണ് താങ്കൾക്ക് ഇപ്പോൾ ധാരാളം ഈ രീതിയിൽ താങ്കൾ നിൽക്കുന്നത്. താങ്കൾക്ക് എന്ത് ചെയ്താലും കൈയടികൾ കിട്ടും. പക്ഷേ എങ്കിലൊക്കെ ഇപ്പോൾ കാര്യം പുള്ളി ട്രോളൊക്കെ ആണെങ്കിലും ഈ ഇടയ്ക്ക് ഡാക്കു മഹാരാജ്, അതുപോലെ അഖണ്ഡ, ഇതൊക്കെ അടിപൊളി പടമാണ്. പിന്നെ അയാൾ എപ്പോഴും ഒരു സംവിധായകർ വേണ്ട വിധത്തിൽ ഇദ്ദേഹത്തെ യൂസ് ചെയ്യുന്നില്ല. അതിൽ തന്നെ ശ്രീരാമജയം എന്നൊരു പടം ഒരു ഓവർ ആക്ഷനും ഇല്ല. പുള്ളിയുടെ അഭിനയം, മുഖഭാവങ്ങൾ, ഇപ്പോൾ കണ്ട് മുഖഭാവങ്ങളൊക്കെ നമ്മളുടെ ട്രോള് വാർ നൈറ്റിലൊക്കെ വന്നിരുന്ന് കാണിക്കുന്നത്. പിന്നെ അഖണ്ഡ 2-ൽ ആ ട്രെയിലറിൻ്റെ സീൻ കണ്ടിട്ട് പുള്ളി കിടന്ന് രോമാഞ്ചം ഒരു രീതിയിൽ നോക്കിയാൽ സരോജ് കുമാറൊക്കെ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ എങ്കിലും ഇദ്ദേഹം നല്ലൊരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പല ഇത് പറയണ്ടെങ്കിലും ഇദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലാണ് ഇദ്ദേഹം സൗജന്യമായിട്ട് ഏത് ക്യാൻസർ രോഗികൾക്കും കണ്ട് ചികിത്സ ചെയ്യുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം മകളുടെ അനുസരിച്ചാണ്, ഇപ്പോൾ മകളുടെ വാക്ക് കേൾക്കുന്ന ഒരു അച്ഛനാണ്. മകളുടെ ആഗ്രഹപ്രകാരമാണ് സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്തത്. അതൊക്കെയാണ് ഡാക്കു മഹാരാജ്. പിന്നെ ആ സിനിമയിലെ ട്യൂണിട്ട പുള്ളിക്കൊക്കെ വിജയിച്ചെങ്കിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ, കാറൊക്കെ കൊടുത്തു തന്നെ. എന്നിരുന്നാലും താങ്കൾ ഇപ്പോൾ അധികം ഈ ആക്ഷൻ പടങ്ങളിലേക്കൊന്നും കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒരു നല്ല നല്ല അഭിനയ പ്രതിഭ പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും കാണാൻ ആളുണ്ടാവും. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും മലയാളികളിപ്പോൾ എല്ലാം മറന്നാൽ എന്തൊക്കെ ട്രോളിയാലും ഒരുപാട് ട്രോളൊന്നും മലയാളികളാണ്, എന്നാൽ ഏറ്റെടുക്കുന്നതും മലയാളികളാണ്. താങ്കൾക്കും ഇവിടെ ഒരു നല്ല ഒരു ഇമേജ് ഇവിടെ തന്നെ നേടിയെടുക്കാനാവും. തീർച്ചയായിട്ടും ഡാക്കു മഹാരാജ് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു അഭിനയ പ്രതിഭയാണ് താങ്കൾ. ഒരു അഭിനയ പ്രതിഭ തന്നെയാണ്. ശ്രീരാമജയം എന്ന സിനിമയിൽ തന്നെ മനസ്സിലാകാം. ഇനി തീർച്ചയായിട്ടും നല്ല ഭാവങ്ങളൊക്കെ തരട്ടെ. തീർച്ചയായിട്ടും താങ്കളൊക്കെ ട്രോളാണെങ്കിലും താങ്കളെ എനിക്കൊരു പേഴ്സണലായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. പിന്നെ എപ്പോഴും ആക്ഷൻ പടങ്ങളൊക്കെ ഈ ചേർന്ന ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ താങ്കൾക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നല്ല അഭിനയ പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ചെയ്യുക. പ്രേക്ഷകർ അതും ഇഷ്ടപ്പെടും. എല്ലാ ഭാവങ്ങളും നേരുന്നു. ജയ് ബാലയ്യ.